ഹിമാചൽ പ്രദേശിൽ എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് നിമിഷവും ഭരണം വീഴാം. അതിനുള്ള കരുക്കൾ BJP നീക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് പ്രതിരോധിക്കാൻ കോൺഗ്രസും കളത്തിലുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടെ ക്രോസ് വോട്ട് ചെയ്തതിന് 6 കോൺഗ്രസ് MLA-മാരെ നിയമസഭാ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു. ഈ 6 MLA-മാരും 3 സ്വതന്ത്ര MLA-മാരും കഴിഞ്ഞ ദിവസം BJP-യിൽ ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 6 MLA-മാർ രാജിവെച്ചതിനാൽ ജൂൺ 1-ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ കോൺഗ്രസ് സർക്കാർ താഴെ വീഴാൻ സാധ്യതയുമുണ്ട്. അടുത്തിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ് 6 കോൺഗ്രസ് MLA-മാർ BJP സ്ഥാനാർത്ഥിക്ക് ക്രോസ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എണ്ണമുണ്ടായിട്ടും കോൺഗ്രസിലെ അഭിഷേക് മനു സിംഗ്വി പരാജയപ്പെടുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് MLA-മാരും 3 സ്വതന്ത്ര MLA-മാരും ഉൾപ്പെടെ 9 പേർ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെ ഹർഷ് മഹാജൻ വിജയിക്കുകയായിരുന്നു. അതോടെയാണ് ഫെബ്രുവരി 29-ന് 6 കോൺഗ്രസ് MLA-മാരെ നിയമസഭാ സ്പീക്കർ അയോഗ്യരാക്കിയത്. കൂടാതെ 3 സ്വതന്ത്ര MLA-മാരായ ആശിഷ് ശർമ്മ, ഹോഷിയാർ സിംഗ്, KL ഠാക്കൂർ എന്നിവർ കഴിഞ്ഞ ദിവസം നിയമസഭാ സെക്രട്ടറി യശ്പോൾ ശർമ്മയ്ക്ക് രാജിക്കത്ത് സമർപ്പിച്ച് BJP-യിൽ ചേരുമെന്ന് അറിയിക്കുകയും ചെയ്തു. 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 സ്വതന്ത്ര MLA-മാരും BJP ടിക്കറ്റ് തേടിയെങ്കിലും അന്ന് BJP ടിക്കറ്റ് നിഷേധിച്ചപ്പോൾ സ്വതന്ത്രരായി മത്സരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് 40 MLA-മാരുമായി കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചപ്പോൾ 3 സ്വതന്ത്രർ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിന്നു. 6 കോൺഗ്രസ് MLA-മാരെ അയോഗ്യരാക്കിയതോടെ 68-അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ അംഗബലം 40-ൽ നിന്നും 34-ആയി കുറഞ്ഞിട്ടുണ്ട്. BJP-ക്ക് 25 MLA-മാരാണ് ഉള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ 6 BJP MLA-മാർ വിജയിച്ചാൽ BJP-യുടെ അംഗബലം 31 ആകും. കൂടാതെ 3 സ്വതന്ത്രരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ എണ്ണം 34-ആയി ഉയരും. എന്നാൽ ഒരു കാരണവശാലും ഈ 9 MLA-മാർ ഇനി നിയമസഭ കാണില്ലെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൂടിയായ സുഖ്വീന്ദർ സിംഗ് സുഖു പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിൽ വരും നാളുകളിൽ കനത്ത പോരാട്ടമായിരിക്കും നടക്കുക.